താങ്ക് യു സർ. എല്ലാവർക്കും നമസ്കാരം. JRCM ഗുഡ് RCM മേരാ ചാർജ് ന്യൂട്രി ചാർജ്. എൻ്റെ പേര് ഷോളി സുനിൽ, വീട് മാളയ്ക്കടുത്ത് വടമയിലാണ്. സാർ എന്നെ നന്നായിട്ട് തന്നെ പരിചയപ്പെടുത്തി. അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും പഠിക്കാൻ കൂടിയിരിക്കുകയാണ്. എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിന്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. എൻ്റെ എല്ലാ ലീഡേഴ്സിനെയും എൻ്റെ എല്ലാ ഗുരുക്കന്മാരുടെയും കാല് തൊട്ട് തൊഴുതുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. അതുപോലെ TCGS സ്മരിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ന്യൂട്രി ചാർജ് ഞാൻ RCMലേക്ക് വന്നത്, അതിനു മുമ്പ് ഒരു മിനിറ്റ്, RCMലേക്ക് വന്നത് 17 വർഷത്തെ ആരോഗ്യ മേഖലയിലെ സേവനങ്ങൾക്ക് ശേഷമാണ്. വരാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാല്, പ്രധാനമായിട്ടും ഒരുപാട് ആളുകള് ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ആശുപത്രിയിൽ കയറി ഇറങ്ങുന്നത് ഞാൻ ഈ 17 വർഷത്തിനുള്ളിൽ കണ്ടിട്ടുണ്ട്. പലർക്കും അതുവരെ ജീവിതത്തിൽ ഉണ്ടാക്കിയ സമാധാനവും സമ്പത്തും എല്ലാം വിറ്റ് തുലയ്ക്കേണ്ടി അല്ലെങ്കിൽ ഇല്ലാതാക്കേണ്ടി വന്നിരിക്കുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അതിന് എന്താണ് ഒരു മാർഗം എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അതെനിക്ക് RCMലൂടെ കാണാൻ സാധിച്ചു. അതുകൊണ്ടാണ് ഞാൻ RCMലേക്ക് ഇറങ്ങിയത്. എന്നെ RCMലേക്ക് കൊണ്ടുവന്നത് കൊമ്പടി ഞാമാക്കിൽ നല്ലൊരു പീസ് നടത്തുന്ന ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള റോയൽറ്റി അച്ചീവർ ആയിട്ടുള്ള ലതാ മേഡാണ്. മാഡത്തിനെ ഞാൻ ഈ സമയം സ്മരിക്കുകയാണ്. എന്തായാലും നമുക്ക് വേഗം ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്ക് ന്യൂട്രി ചാർജ് മെന്നാണ് തന്നിരിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് പോഷകാഹാരങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യമെന്ന് ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് കടക്കാം. നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം മായം ചേർന്ന ഭക്ഷണവും പോഷകാഹാരക്കുറവും തന്നെയാണ്. ഇന്ന് ന്യൂസ് പേപ്പറുകളിലൊക്കെ വന്നു കഴിഞ്ഞു, ന്യൂസ് പേപ്പറുകളിൽ ന്യൂസുകളൊക്കെ വരുന്നുണ്ട്. ഇന്ത്യയിലെ പോഷകാഹാരക്കുറവ് ആശങ്കാജനകം എന്നൊക്കെ നമ്മളത് പലരും കണ്ടതാണ്. അപ്പോ പോഷകങ്ങൾ ഉണ്ടെങ്കിൽ, ശരീരത്തിൽ വേണ്ട രീതിയിൽ ഉണ്ടെങ്കിൽ, ശരീരം തന്നെ അതിന്റെ റിപ്പയറും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ തന്നെ കറക്റ്റ് ചെയ്യും. പക്ഷെ പോഷകാഹാരക്കുറവ് ഉള്ളത് കൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു റിപ്പയർ ചെയ്യാണ്ടി വന്നാൽ പോലും ശരീരത്തിന് അത് സാധിക്കുന്നില്ല. അത് രോഗാവസ്ഥയിലേക്ക് മാറുകയും ആ രോഗാവസ്ഥയിലെ ലക്ഷണങ്ങൾക്ക് വേണ്ടി നമ്മൾ ആശുപത്രിയിൽ പോയി മരുന്ന് വാങ്ങി കഴിക്കുകയും ആ മരുന്നിലൂടെ തന്നെ കറങ്ങി നടക്കുകയാണ് ചെയ്യുന്നത്. ഒരു രോഗലക്ഷണം വരുമ്പോൾ അതിനെ ട്രീറ്റ് ചെയ്യുന്നു, അത് മാറിക്കഴിയുമ്പോൾ വീണ്ടും വേറൊരു രോഗലക്ഷണം വരുന്നു, അതിനെ ട്രീറ്റ് ചെയ്യുന്നു. പക്ഷെ പോരായ്മ, ശരീരത്തിലെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഈ ലക്ഷണങ്ങൾ വന്നത് എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. അത് പറഞ്ഞു തരാൻ നമുക്ക് RCM അല്ലാതെ മറ്റൊരു വഴിയുമില്ല. അപ്പോ ഈ രോഗലക്ഷണങ്ങളെല്ലാം നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് ഇവിടെ പോരായ്മ ഉള്ളതിന് നികത്തുകയാണ് വേണ്ടത് എന്ന് നമ്മൾ പഠിപ്പിച്ചു തരുന്ന നമ്മുടെ ഡോക്ടർ രാജൻ സാറും RCMും വളരെ വലിയൊരു പങ്കാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വഹിക്കുന്നത്. നമുക്കിത് എല്ലാവർക്കും പകർന്നു കൊടുക്കാനും സാധിക്കുന്നുണ്ട്. അപ്പോ പണ്ടത്തെ ഭക്ഷണ രീതികൾ, പണ്ട് നമ്മൾ വീട്ടിൽ ഉപയോഗിച്ചിരുന്ന രീതിയിലുള്ള ഒരു ഭക്ഷണങ്ങളല്ല ഇന്ന് ആരും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ടത്തെ രീതിയിലുള്ള പാചക രീതിയല്ല, പണ്ടത്തെ വീട്ടിൽ ഉണ്ടാക്കിയിരുന്ന, പറമ്പിൽ നിന്നും പാടത്തു നിന്നും കിട്ടുന്ന ഭക്ഷണ സാധനങ്ങളല്ല ഉപയോഗിക്കുന്നത്. അതുപോലെ ചേരുവകൾ പോലും നമ്മൾ എന്തൊക്കെയോ കൂടെ ചേർത്താണ് കഴിക്കുന്നത്. നിറം, മണം, രുചി നോക്കി ഭക്ഷണം കഴിക്കുന്നു. ഇതിലൂടെ വേണ്ടത്ര പോഷകങ്ങൾ കിട്ടുന്നുമില്ല, വേണ്ടാത്തത് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരുന്ന സാധനങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് രാസവളങ്ങളും അല്ലെങ്കിൽ കീടനാശിനികളും തെളിച്ച് ഒത്തിരി ടോക്സിൻസ് ഉള്ളതാണ്. ഇത് നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുമ്പോൾ വീണ്ടും ദോഷങ്ങളാണ്. പോഷകാഹാരക്കുറവുണ്ട്, അതിന്റെ കൂടെ ടോക്സിൻസും കൂടെ. അപ്പൊ വളരെയധികം ഡേഞ്ചർ ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കേരളത്തിൽ പ്രത്യേകിച്ചും. കേരളം ലോകത്തിലെ രോഗങ്ങളുടെ തലസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ പോഷകാഹാരക്കുറവില് ഒന്ന്, നമുക്ക് ആവശ്യത്തിന് കിട്ടുന്നില്ല. മാത്രമല്ല പ്രായം കൂടുന്നതനുസരിച്ച് പോഷകങ്ങളുടെ അളവ് ആഗിരണം ചെയ്യാനുള്ള ശരീരത്തിന്റെ കഴിവും കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോ അതുകൊണ്ട് തന്നെ നമ്മള് പലരും ആരോഗ്യത്തെ പറ്റി ശ്രദ്ധിക്കില്ല. ജോലിയിൽ തിരക്കാണ്. 50-60 വയസ്സ് വരെ ജോലി ചെയ്ത് ഉണ്ടാക്കുന്ന പൈസ നമ്മൾ പിന്നീട് ആശുപത്രിയിൽ കൊണ്ട് കൊടുക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. അപ്പോ PVMFO എന്നുള്ള പരിപൂർണമായിട്ടുള്ള കംപ്ലീറ്റ് പോഷണം നമ്മൾ ഓരോരുത്തരും എടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും മരുന്നില്ലാതെ ആരോഗ്യത്തോടു കൂടി നല്ലൊരു സന്തുഷ്ട ജീവിതം ജീവിക്കാൻ പറ്റും. അതിനകത്തുള്ള PVMFലെ VM ആണ് നമ്മുടെ ന്യൂട്രി ചാർജ് മെൻ, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. PVMFOയിൽ 8 ന്യൂട്രീഷൻ ഉണ്ട്, അതില് 2 എണ്ണമാണ് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. അതിനെപ്പറ്റിയാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. നമ്മളൊരു വണ്ടി ഓടിക്കാനായിട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ബൈക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ കാർ ആയിക്കോട്ടെ,
നിറച്ച് പെട്രോൾ ഉണ്ടെങ്കിൽ പോലും അതിൽ ഓയിൽ ഇല്ലെന്നുണ്ടെങ്കിൽ വണ്ടിക്ക് എന്താ സംഭവിക്കാന്ന് എല്ലാവർക്കും അറിയാം. അതേ അവസ്ഥയാണ് മൈക്രോ ന്യൂട്രിയൻസ് ആണ് വൈറ്റമിൻസും മിനറൽസും. പക്ഷേ ചെറിയ അളവിലാണ് അത് കിട്ടേണ്ടതെങ്കിൽ പോലും അത് കിട്ടിയിട്ടില്ല എങ്കിൽ നമ്മുടെ ശരീരമാകുന്ന വാഹനത്തിന്റെ എഞ്ചിനും തകരാറിലാവും. അപ്പൊ അതുകൊണ്ട് ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു സ്ക്രീൻ ഷെയറിലേക്ക് പോവുകയാണ്. അവർക്ക് അറിയുന്നത് പോലെ പുരുഷന്മാർക്ക് വേണ്ട വൈറ്റമിൻസ് ആൻഡ് മിനറൽസിന്റെ മൾട്ടി വൈറ്റമിൻ മൾട്ടി മിനറൽ ടാബ്ലറ്റ് രൂപത്തിലുള്ള പോഷകാഹാരമാണ് ന്യൂട്രിചാർജ് മെന്ന്. അപ്പൊ സ്ത്രീകൾക്കുള്ളതാണ് ഇന്നലെ നമ്മൾ പഠിച്ചത് ന്യൂട്രിചാർജ് വുമൺ. അപ്പൊ എന്തുകൊണ്ടാണ് ന്യൂട്രിചാർജ് മെന്നിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഇതിനകത്ത് സ്ലൈഡ്സ് ഞാൻ കാണിക്കും. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ലൈഡ്സ് മാത്രം നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. കാരണം കുറെ സ്ലൈഡ്സ് ഇതിലുണ്ട്, അത് ഞാൻ ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് പോകുന്നു. അത് നിങ്ങൾ കണ്ടാൽ മാത്രം മതി, നോട്ട് ചെയ്യണമെന്നില്ല. പ്രധാനപ്പെട്ടത് മാത്രം നോട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ന്യൂട്രിചാർജ് മെന്ന് പുരുഷന്മാരുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാല്, ഇന്നത്തെ കാലഘട്ടത്തില് കൂടുതൽ വീട്ടിലെ കാര്യങ്ങൾ, ഭൂരിഭാഗം വീടുകളിലും വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നത് പുരുഷന്മാരാണ്. അപ്പൊ അവരാണ് പുറത്തു പോയി കൂടുതൽ ജോലി ചെയ്യുന്നവരും അതുപോലെ ശാരീരികമായിട്ടും മെന്റലി എഫേർട്ട് അല്ലെങ്കിൽ മെന്റലി സ്ട്രെസ് ഉള്ള വർക്കുകളൊക്കെ കൂടുതൽ എടുക്കുന്നത് പുരുഷന്മാരാണ് നമ്മുടെ വീടുകളിൽ, എല്ലായിടത്തും ഭൂരിഭാഗം വീടുകളിലും. അപ്പോ അവർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഈ ജോലി പുറത്തു പോയി ചെയ്യുന്ന സമയത്ത് ആക്റ്റീവായിട്ടിരിക്കാൻ വേണ്ടി അവർ പല അൺഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ്സിലേക്കും പോകും. അപ്പൊ പ്രത്യേകിച്ച് ചായ, ഇടയ്ക്കിടയ്ക്ക് പോയി ചായ കുടിക്കുക, അല്ലെങ്കിൽ ഒരു സിഗരറ്റ് വലിക്കുക, അങ്ങനത്തെ പല അൺഹെൽത്തി ഹാബിറ്റ്സിലേക്കും പോകും. അവർക്ക് എന്തിനാണ് ആക്റ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് പല ശാരീരികമായിട്ടുള്ള പല പ്രശ്നങ്ങളിലേക്ക് അവർ പോവുകയാണ് ചെയ്യുക. അപ്പൊ അതുപോലെ തന്നെ പുരുഷന്മാര് എന്തുകൊണ്ട് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസിയിലേക്ക് പോകുന്നു? ഒന്ന് പുറത്തു പോയി ഈ പറഞ്ഞ പോലെ ചെയ്യുന്നു, അത് മാത്രമല്ല അവർ ബിസി ലൈഫാണ് നയിക്കുന്നത്. അപ്പൊ വളരെ തിരക്കുള്ളൊരു ജീവിതത്തിലേക്ക് പോകുന്ന സമയത്ത് ഇവർക്ക് പലപ്പോഴും ശരിയായ സമയത്ത് ഭക്ഷണം കഴിക്കാനോ നല്ല ഭക്ഷണം നോക്കി കഴിക്കാനോ സാധിക്കുന്നില്ല. അവര് ഇറഗുലർ ആയിട്ടുള്ള ഈറ്റിംഗ് ഹാബിറ്റ്സ് ആണ്. അതുപോലെ എന്തെങ്കിലും എവിടെന്നെങ്കിലും കിട്ടുന്നത് വാങ്ങിക്കഴിക്കുന്നു. അതിന്റെ നിറം, മണം, രുചി മാത്രമാണ് അവർ നോക്കി പോകുന്നത്. വയറ് നിറയണം, ഇത് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് അവർ പോവും. പിന്നെ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള ന്യൂട്രീഷൻ നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്നില്ല. പിന്നെ പ്രായാധിക്യം കൊണ്ടുള്ള ആഗിരണക്കുറവ്, ഇതെല്ലാം പുരുഷന്മാരെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോ പുറത്തുള്ള ജോലിന്ന് വീട്ടിലേന്ന് ഒരു സ്ത്രീ വീട്ടിൽ നിൽക്കുമ്പോൾ അവർക്ക് വീട്ടിലെ ഭക്ഷണം കഴിക്കാൻ ഒരു അവസരമുണ്ട്. പക്ഷെ ഇവര് എന്തെങ്കിലും അൺഹൈജീനിക് ആയുള്ള സിറ്റുവേഷനോ അതുപോലെ ഒരു പോഷകമൂല്യം ഇല്ലാത്ത ഭക്ഷണങ്ങളൊക്കെ അവർ പലപ്പോഴും ചൂസ് ചെയ്യാറുള്ളത്. അപ്പൊ നമുക്ക് തന്നെ അറിയാം, ചായക്കടയിലൊക്കെ കൂടുതൽ ആളുകൾ, ഹോട്ടലുകളിലൊക്കെ കൂടുതൽ ഭക്ഷണം കഴിക്കാൻ കയറുന്നത് പുരുഷന്മാരാണ്. അപ്പൊ അവർക്ക് അതേ നിവൃത്തിയുള്ളൂ പുറത്തുള്ള ജോലിയിൽ. അപ്പൊ അവരുടെ ആരോഗ്യം വളരെയധികം പ്രധാനമാണ്. കാരണം ഒരു കുടുംബത്തിന്റെ നെടുന്തൂണാണ് നമ്മുടെ വീട്ടിലെ ഓരോ പുരുഷന്മാരും. അത് അച്ഛനായിക്കോട്ടെ, ആങ്ങളമാരായിക്കോട്ടെ, അല്ലെങ്കിൽ ആൺമക്കളായിക്കോട്ടെ, ഭർത്താവായിക്കോട്ടെ, ആരായാലും. അപ്പോ അവരുടെ ആരോഗ്യത്തിനെ പറ്റി പുരുഷന്മാര് ശ്രദ്ധിക്കണം. മാത്രമല്ല കൂടെയുള്ള സ്ത്രീകള് വളരെയധികം ശ്രദ്ധിക്കാം. അപ്പൊ ഈ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി വരുന്നത് കൊണ്ട് അവർക്ക് എന്തൊക്കെയാണ് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല്, അവർക്ക് എപ്പോഴും ക്ഷീണം, എപ്പോഴും ഒരു ക്ഷീണമായിരിക്കും. ഫെറ്റീഗ് എന്ന് പറയും. ഫെറ്റീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വിശ്രമിച്ചാലും മാറാത്ത ക്ഷീണം. അതായത് എത്ര ഉറങ്ങിയാലും അല്ലെങ്കിൽ എത്ര വിശ്രമം എടുത്താലും അവരുടെ ഈ ക്ഷീണം മാറില്ല. അതുപോലെ തന്നെ വേഗത്തില് പ്രായമാകുന്ന പോലെ തോന്നുക. 40 വയസ്സേ ഉള്ളെങ്കിലും 60 വയസ്സ് പോലെ തോന്നിക്കുന്നു. മുഖത്തൊക്കെ ചുളിവുകൾ പെട്ടെന്ന് വരുന്നു. പിന്നെ കണ്ണിന്റെ കാഴ്ചക്കുറവ് വരുന്നു. ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആയിട്ടുള്ള ഡയബറ്റിക്, പ്രഷർ, അതുപോലെ കൊളസ്ട്രോള് എന്ന് പറഞ്ഞ പല രോഗങ്ങളും പതുക്കെ പതുക്കെ അവരെ പിടികൂടുന്നു. പിന്നെ വർക്ക് ചെയ്യുന്ന 8 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് ശരിയായ രീതിയിൽ ഒരു പ്രൊഡക്ടിവിറ്റി കൊടുക്കാൻ സാധിക്കാതെ വരിക. ഇതൊക്കെയാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ കൊണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കും. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ പോഷകങ്ങൾ ശരിയായി കിട്ടാത്തത് കൊണ്ട് തന്നെ ശരീരത്തിൽ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞു പോയിരിക്കുന്നു. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കും. പിന്നെ ലൈഫ് തന്നെ ഇവർക്കൊരു ബോറിംഗ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ നമ്മൾ പല കാര്യങ്ങളിലും നമ്മൾ അപ്ഡേഷൻ വന്നു കഴിഞ്ഞു. അതായത് മൊബൈലിന്റെ ഇതൊരു ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പണ്ടത്തെ മൊബൈൽ മാറ്റിയിട്ട് ഇന്ന് എല്ലാവരും ടച്ച് ഫോൺ യൂസ് ചെയ്യുന്നവരാണ്. അതുപോലെ പണ്ടത്തെ TV മാറ്റി ഇന്ന് വളരെ നല്ല രീതിയിലുള്ള ടെലിവിഷൻ വന്നു കഴിഞ്ഞു. പിന്നെ സൈക്കിൾ മാറിന്ന് കാറ് വന്നു. പക്ഷെ ഹെൽത്തിന്റെ കാര്യങ്ങളില് ഒരു രീതിയിലും അപ്ഗ്രേഡേഷൻ വന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഒരുപാട് ദോഷമായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പുരുഷന്മാരുടെ ഈ ലൈഫ് സ്റ്റൈൽ കൊണ്ട് എന്താ സംഭവിക്കുക? ആരോഗ്യം മാത്രമല്ല പോകുന്നത്, അവർ പലതും വാങ്ങിക്കഴിക്കുമ്പോൾ അവരുടെ കയ്യിലെ സാമ്പത്തികം കൂടിയാണ് കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്.
അപ്പൊ സാമ്പത്തികം നശിച്ചു, അതായത് പണിയെടുക്കുന്ന പൈസയിൽ ഒരു ഭാഗം ഇതുപോലത്തെ ഹൈജീനിക് അല്ലാത്ത, ഹെൽത്തി അല്ലാത്ത ഭക്ഷണം വാങ്ങാനായിട്ട് ചെലവാകുന്നു. അതുകൊണ്ട് അവരുടെ ആരോഗ്യം നഷ്ടപ്പെടുന്നു, അതോടൊപ്പം തന്നെ കയ്യിലെ പൈസ നഷ്ടപ്പെടുന്നു. ഈ ഒരു അവസ്ഥയിൽ നിന്ന് പുരുഷന്മാരെ രക്ഷിക്കാനുള്ള ഒരു മിറക്കിളായിട്ടുള്ള ഒരു ന്യൂട്രിയന്റ് ആണ് നമ്മുടെ ന്യൂട്രിചാർജ് പ്രൊഡക്റ്റ് ആണ് ന്യൂട്രിചാർജ് മെൻ. അപ്പൊ ന്യൂട്രിചാർജ് മെന്നില് ഒരുപാട് ആന്റി ഓക്സിഡൻസ് ഉണ്ട്, വൈറ്റമിൻസ്, മിനറൽസ്, ഇതൊക്കെ ഉണ്ട്. ഇതൊന്നും നമുക്ക് ഭക്ഷണത്തിലൂടെ കിട്ടാത്ത സാധനങ്ങളാണ്. അപ്പൊ നമ്മുടെ ഭക്ഷണത്തിലൂടെ ഇത് കിട്ടുന്നുമില്ല. അതുപോലെ നമ്മുടെ ശരീരം വേണ്ടത്ര അളവില് ഈ ആന്റി ഓക്സിഡൻസ് ഒന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമുക്കിത് പുറത്തു നിന്ന് ഒരു സപ്ലിമെന്റ് ആയിട്ട് എടുത്തേ മതിയാവൂ എന്നുള്ള അവസ്ഥയാണ്. ഭക്ഷണത്തിലൂടെ കിട്ടുമായിരുന്നെങ്കിലും, അതുപോലെ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ശരീരം അത് ആഗിരണം ചെയ്യുമായിരുന്നെങ്കിലും നമുക്ക് കുഴപ്പമില്ലായിരുന്നു. ശരീരം വേണ്ടത്ര അളവിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല, അതെന്തായാലും നടക്കുന്നില്ല. പക്ഷെ നമുക്ക് വേണ്ടത്ര അളവിൽ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മളതൊരു സപ്ലിമെന്റ് രൂപത്തിൽ ഇന്നത്തെ അവസരത്തിൽ എടുക്കേണ്ടി വരുന്നത്. അപ്പോൾ എഫക്റ്റീവ് ആൻഡ് സേഫ് ഹെൽത്ത് സപ്ലിമെന്റ് എന്നാ പറഞ്ഞിരിക്കുന്നത് ന്യൂട്രിചാർജ് മെന്നിനെ പറ്റി. എഫക്റ്റീവ് ആൻഡ് സേഫ് സപ്ലിമെന്റ്. അപ്പൊ ന്യൂട്രിചാർജ് മെന്നില് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ 33 ന്യൂട്രിയൻസ് ഉണ്ട്. 33 ന്യൂട്രിയൻസ്, അത് വൈറ്റമിൻസ് ആൻഡ് മിനറൽസിന്റെ ആണ്. മിനറൽസ് ആണ് അതിൽ കൂടുതലുള്ളത്. അത് എനർജി തരാനായിട്ടും സ്റ്റാമിന തരാനായിട്ടും, അതുപോലെ നമ്മളെ ചെറുപ്പമായിട്ട് കീപ്പ് ചെയ്യാനായിട്ട്, അതുപോലെ എന്നും ചെറുപ്പക്കാരായിട്ട് നിലനിർത്താനായിട്ട് സഹായിക്കുന്നതാണ്. 13 വൈറ്റമിൻസ്, 13 മിനറൽസ്, 4 ബൊട്ടാണിക്കൽസ്, 3 അമിനോ ആസിഡ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ 33 പോഷകങ്ങൾ അടങ്ങിയ ന്യൂട്രിചാർജ് മെന്നിലുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ വൈറ്റമിൻസ്, മിനറൽസ് എന്ന് നമുക്ക് നോക്കാം. 13 വൈറ്റമിൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പലപ്പോഴും ഏതൊക്കെയാണ് വൈറ്റമിൻ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. വൈറ്റമിൻ എ, ഡി, ഇ, കെ, അത് ഫാറ്റ് സോല്യുബിൾ വൈറ്റമിൻസ് ആണ്, അതായത് കൊഴുപ്പിലലിയുന്ന വൈറ്റമിൻസ്. ഇതെല്ലാം ഉണ്ട്, എ, ഡി, ഇ, കെ. പിന്നെ വൈറ്റമിൻ ബി, സി. അതിൽ വൈറ്റമിൻ ബിയിൽ തന്നെ വൈറ്റമിൻ ബി കോംപ്ലക്സ് എന്നാണ് പറയാ. വൈറ്റമിൻ ബിയിൽ തന്നെ B1, B2, B3, B5, B6, B12, ദെൻ ഫോളിക് ആസിഡ്, ബയോട്ടിൻ. അത് വൈറ്റമിൻ ബിയിൽ തന്നെ വരുന്നതാണ്. ബയോട്ടിൻ B8 ആണ് വരുന്നത്. അപ്പോ ഇതേപോലത്തെ വൈറ്റമിൻസ് ആണ് നമ്മുടെ ന്യൂട്രിചാർജ് മെന്നിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഓരോന്നിനും ഓരോ ഗുണങ്ങളുണ്ട്. ഇതാണ് 13 വൈറ്റമിൻസ്. ബി കോംപ്ലക്സ് വൈറ്റമിൻസ്, പിന്നെ വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ എ, ഫോളിക് ആസിഡ്, വൈറ്റമിൻ കെ, ബയോട്ടിൻ, വൈറ്റമിൻ ഡി. ഇത്രയും 13 വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. ഇത് ഓരോന്നും നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഹെൽപ്പ് ചെയ്യണേന്നുള്ളത്. പിന്നെ 13 ധാതുക്കള്, മിനറൽസ്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ കാൽസ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം, മെഗ്നീഷ്യം, സിങ്ക്, അയൺ, മാംഗനീസ്, കോപ്പർ, ബോറോൺ, അയഡിൻ, മൊളിബ്ഡിനം, സെലിനിയം, ക്രോമിയം. ഇതെല്ലാം കാണാതെ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഒന്നോ രണ്ടോ പ്രധാനപ്പെട്ട കുറച്ചെണ്ണം ഓർത്തിരുന്നാലും കുഴപ്പമില്ല. പഠിച്ചു വെച്ചാൽ നല്ലതാണ്. പക്ഷെ നമുക്ക് കസ്റ്റമേഴ്സിനോട് എല്ലാവരോടും എല്ലാം പറയേണ്ട കാര്യമില്ല, നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പിന്നെ ഇതിനകത്തുള്ള ചെടികളുടെ എക്സ്ട്രാക്ട്, ബൊട്ടാണിക്കൽസ് എന്ന് പറഞ്ഞാൽ ചെടികളിൽ നിന്ന് എടുക്കുന്ന എക്സ്ട്രാക്ട്. അത് ഗ്രീൻ ടീ എക്സ്ട്രാക്ട് ഉണ്ട്, ബീറ്റാ കരോട്ടിൻ ഉണ്ട്, ലൂട്ടീൻ ഉണ്ട്, ലൈക്കോപ്പിൻ ഉണ്ട്. ഇപ്പൊ ഗ്രീൻ ടീ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്. അതുപോലെ ബീറ്റാ കരോട്ടിൻ മാങ്ങയിൽ നിന്ന് എടുക്കുന്ന, ലൂട്ടീൻ ചെണ്ടാമല്ലിപ്പൂന്ന് എടുക്കുന്ന, തക്കാളിയിൽ നിന്ന് എടുക്കുന്ന, ലൈക്കോപ്പിൻ. പിന്നെ 3 അമിനോ ആസിഡ് ആണുള്ളത്. അത് L-ലൈസിൻ, L-ആർജിനിൻ, L-മെത്തിയോണൈൻ. ഇത് അമിനോ ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീന്റെ ചെറിയ രൂപമാണ് അമിനോ ആസിഡ്. അതായത് പ്രോട്ടീൻ വിഘടിച്ച് അമിനോ ആസിഡ് ആകുന്നു, അമിനോ ആസിഡുകൾ ചേർന്ന് പ്രോട്ടീൻ ഉണ്ടാകുന്നു. അപ്പൊ അതില് പല അമിനോ ആസിഡുകളും ഉണ്ട്. 13-ലധികം അമിനോ ആസിഡ്സുകൾ ഉണ്ട്. എസെൻഷ്യൽ അമിനോ ആസിഡ് 13 എണ്ണാണ്. അതിനകത്ത് പ്രധാനപ്പെട്ട 3 അമിനോ ആസിഡ് ആണ് L-ലൈസിൻ, L-ആർജിനിൻ, L-മെത്തിയോണൈൻ. ഈ 3 അമിനോ ആസിഡുകളും ഇതിനകത്തുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ബൊട്ടാണിക്കൽസിന്റെ ഇത് കാണിച്ചിരിക്കുന്നതാണ്. ഓരോന്നും എന്തിന്ന് എടുക്കുന്നത് എന്നുള്ളതിന്റെ പടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി ഈ ബൊട്ടാണിക്കൽസ് എന്തൊക്കെയാണ് നമുക്ക് സഹായിക്കണമെന്ന് നോക്കാം. ലൂട്ടിൻ എന്ന് പറഞ്ഞ ആന്റി ഓക്സിഡന്റ്. ലൂട്ടിൻ എന്ന് പറഞ്ഞ ആന്റി ഓക്സിഡന്റ് നമുക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ളതാണ്. കാരണം നമ്മുടെ ന്യൂട്രിചാർജ് വ്യൂവിലുള്ളതാണ്. ലൂട്ടിനും സിയാസാന്തിനും കണ്ണിന്റെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ കുറയ്ക്കാനായിട്ട്, കണ്ണിനെ ഹെൽത്തി ആക്കാനും സ്കിന്നിനെ ഹെൽത്തി ആക്കാനും സഹായിക്കുന്നുണ്ട്. അപ്പൊ കണ്ണിലുള്ള ഫ്രീ റാഡിക്കൽ, ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൊണ്ട് ഉണ്ടാകുന്ന ഫ്രീ റാഡിക്കൽ ഡാമേജിനെ തടയാനായിട്ട്
സഹായിക്കുന്ന ഒന്നാണ് ലൂട്ടീൻ. ഇത് നമുക്ക് കാഴ്ചശക്തി, നല്ല കാഴ്ച ഉണ്ടാക്കാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. പിന്നെ സോളാർ റേഡിയേഷൻ, നമ്മുടെ സൂര്യപ്രകാശത്തിൽ നിന്നുള്ള റേഡിയേഷനിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നു. അതുപോലെ പ്രായാധിക്യം കൊണ്ട് ഉണ്ടാകുന്ന കാഴ്ചക്കുറവ്, പ്രായം കൂടുമ്പോൾ നമുക്ക് കാഴ്ച കുറഞ്ഞു വരും, അതിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കാനായിട്ട് ഈ ലൂട്ടീൻ എന്ന് പറഞ്ഞ ബൊട്ടാണിക്കൽ സഹായിക്കുന്നുണ്ട്. അപ്പൊ 4 ബൊട്ടാണിക്കൽസ് ആണ് നമ്മൾ പറഞ്ഞ, അതിൽ ഒന്നാണ് ലൂട്ടീൻ. രണ്ടാമത്തതാണ് ബീറ്റ കരോട്ടിൻ. ബീറ്റ കരോട്ടിൻ മാങ്ങയിൽ എടുക്കുന്നതാണ് ബീറ്റ കരോട്ടിൻ. അത് നമ്മുടെ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിശാന്തത, രാത്രി കണ്ണ് കാണാതെ ഇരിക്കുന്ന അവസ്ഥ. പകലൊക്കെ കുഴപ്പമുണ്ടാവില്ല, പക്ഷെ രാത്രി ആവുമ്പോൾ കണ്ണ് കാണാതെ ഇരിക്കുന്ന അവസ്ഥ, അതിനെ തടയാനായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ പ്രായാധിക്യം കൊണ്ടുള്ള കാഴ്ചക്കുറവിനെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. പിന്നെ നമുക്ക് ശക്തി കൂട്ടാനും, അതായത് ഫിസിക്കലി ഉള്ള ശാരീരികമായിട്ടുള്ള നമ്മുടെ പെർഫോമൻസ് കൂട്ടാനും ശക്തി കൂട്ടാനുമായിട്ട് സഹായിക്കുന്നുണ്ട് ബീറ്റ കരോട്ടിൻ എന്ന് പറഞ്ഞ ബൊട്ടാണിക്കല്. അടുത്തത് മൂന്നാമത്തതാണ് ഗ്രീൻ ടീ. ഗ്രീൻ ടീ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒന്നാണ്. ഞാനിപ്പോ രാവിലെ ഗ്രീൻ ടീ ആണ് കുടിക്കുന്നത്, നമ്മുടെ RCMന്റെ സ്വച്ഛ ഗ്രീൻ ടീ. അപ്പൊ ഗ്രീൻ ടീ സാധാരണ നമ്മൾ കഴിക്കാറുള്ളതിനും ഫാറ്റ് ലോസിന് വേണ്ടിയിട്ട് പലരും കഴിക്കാറുണ്ട്. എങ്ങനെയാ ഫാറ്റ് ലോസ് ഉണ്ടാവണേ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റബോളിസത്തിനെ ബൂസ്റ്റ് ചെയ്യുന്നു ഗ്രീൻ ടീ. അപ്പൊ മെറ്റബോളിസം ബൂസ്റ്റ് ആവുമ്പോൾ നമുക്ക് ഫാറ്റ് ഡെപ്പോസിഷൻ കുറയും. അതുപോലെ മസിൽ ഫാറ്റ് റേഷ്യോനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗ്ലൂക്കോസ്, ഇപ്പൊ ഡയബറ്റിക് ഉള്ള ആളുകൾ, ഷുഗർ ഉള്ള ആളുകളൊക്കെ ഗ്രീൻ ടീ ചൂസ് ചെയ്യാറുണ്ട്. എന്തിനാണ്? ഷുഗർ ലെവല് മാനേജ് ചെയ്യാനായിട്ട് ഈ ഗ്രീൻ ടീ ഒരുപാട് സഹായിക്കുന്നുണ്ട്. അതുപോലെ ഹാർട്ട് ഡിസീസിനെ കുറയ്ക്കാനായിട്ട് ഗ്രീൻ ടീ വളരെയധികം നല്ലൊരു ബൊട്ടാണിക്കലാണ്. ഡൈജഷൻ ഞാൻ നേരത്തെ പറഞ്ഞു, മെറ്റബോളിസം കൂട്ടുന്നുണ്ട്. അതുപോലെ മെന്റൽ അലേർട്ട്നെസ്, നമ്മുടെ മാനസികമായിട്ട് നമ്മളെപ്പോഴും ഉണർവോടുകൂടി ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗ്രീൻ ടീ സഹായിക്കുന്നു. പിന്നെ ഒന്നുകൂടി ഉണ്ട്, നമ്മുടെ UV ഡാമേജ്, അൾട്രാവയലറ്റ് രശ്മിയിൽ നിന്ന് നമുക്ക് ആ ഡാമേജിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഗ്രീൻ ടീ സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് ഗ്രീൻ ടീ കൊണ്ടുള്ള ഗുണങ്ങൾ. അതായത് മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്, ഫാറ്റിനെ ബേൺ ചെയ്യാൻ സഹായിക്കുന്നു, മസിൽ ഫാറ്റ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യുന്നു, പിന്നെ ഗ്ലൂക്കോസിനെ മാനേജ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു, ഹാർട്ട് ഡിസീസിനെ പ്രിവെന്റ് ചെയ്യുന്നു, പിന്നെ ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യുന്നു, മെന്റൽ അലേർട്ട്നെസ് ഉണ്ടാക്കുന്നു. ഇതാണ് മൂന്നാമത്തെ കണ്ടന്റ് ആയിട്ടുള്ള ഗ്രീൻ ടീ ചെയ്യുന്നത്. അടുത്തത് നാലാമത്തെ ലൈക്കോപ്പിൻ ആണ്. ലൈക്കോപ്പിന്റെ സ്ലൈഡ് കുറച്ച് മാറിയാണ് കിടക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഇവിടെ പറയാം. സ്പീഡ് കൂടുതലാണോ സർ? ഇറ്റ്സ് ഓക്കെ. ഓക്കെ, താങ്ക് യു സർ. അപ്പൊ ലൈക്കോപ്പിൻ എന്ന് പറഞ്ഞത് നമ്മുടെ തക്കാളിന്ന് എടുക്കുന്ന അതിന്റെ എക്സ്ട്രാക്റ്റഡ് ഫോം ആണ് ലൈക്കോപ്പിൻ. ലൈക്കോപ്പിൻ നമുക്ക് ഡയബറ്റിക് പ്രോബ്ലംസ്, അതുപോലെ ഹാർട്ട് ഡിസീസ്, പിന്നെ പ്രിമേച്ചർ ഏജിങ്, പെട്ടെന്ന് പ്രായമാകുന്നതിനെ ഒക്കെ തടയാനായിട്ട് സഹായിക്കുന്ന ഒരു എക്സ്ട്രാക്റ്റ് ആണ് ലൈക്കോപ്പിൻ. പിന്നെ സ്പേം കണ്ടന്റ്, അതായത് നമ്മുടെ ബീജാണുക്കളുടെ എണ്ണം കൂട്ടാനും അതുപോലെ തന്നെ അതിന്റെ ചലനശേഷി കൂട്ടാനായിട്ട് ഈ ലൈക്കോപ്പിൻ എന്ന് പറഞ്ഞ കണ്ടന്റ്, അതിനെ കുറിച്ച് ഒരുപാട് സ്റ്റഡീസ് ഒക്കെ നടത്തിയിട്ടുണ്ട്. ലൈക്കോപ്പിന്റെ അത് ഇത്ര അളവിൽ കൊടുത്തു കഴിഞ്ഞാൽ ബീജാണുക്കളുടെ എണ്ണവും ചലനശേഷിയും കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്നൊക്കെ. അതുപോലെ തന്നെ പ്രതിരോധ ശക്തി കൂട്ടാനായിട്ട് ലൈക്കോപ്പിൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മള് ഡയബറ്റിക്കിൽ നിന്ന്, ഹാർട്ട് ഡിസീസിൽ നിന്ന്, അതുപോലെ പ്രിമേച്ചർ ഏജിങ്ങിൽ, നേരത്തെ പ്രായമാകുന്നതിൽ നിന്ന്, പിന്നെ ബീജാണുക്കളുടെ എണ്ണവും ചലനശേഷിയും കൂടാനും പ്രതിരോധ ശക്തി കൂട്ടാനും ഇതിനൊക്കെയാണ് ലൈക്കോപ്പിൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ന്യൂട്രിചാർജ് മെന്നിലെ 4 ബൊട്ടാണിക്കൽസിന്റെ ഗുണങ്ങളാണ്. അത് നമ്മുടെ ശരീരത്തിൽ എന്തിനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. നമ്മള് ലൂട്ടിൻ പറഞ്ഞു, ബീറ്റ കാരോട്ടിൻ പറഞ്ഞു, ഗ്രീൻ ടീ പറഞ്ഞു, ലൈക്കോപ്പിൻ പറഞ്ഞു, 4 ബൊട്ടാണിക്കൽസ്. അടുത്തത് ന്യൂട്രിചാർജ് മെന്നിൽ പ്രധാനമായിട്ടും ഉള്ളത് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ആണെന്ന് നമുക്കറിയാം. അതില് വൈറ്റമിൻസും മിനറൽസും എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഓരോ ഗ്രൂപ്പായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഓരോ വൈറ്റമിനും എന്ത് ചെയ്യുന്നു എന്ന് എഴുതുമ്പോൾ നമുക്ക് കുറെ മനസ്സിൽ നിൽക്കില്ല. അതുകൊണ്ട് ഓരോ ഫംഗ്ഷൻ വൈസ് ആണ് അതിനെ ഗ്രൂപ്പ് ആയിട്ട് തിരിച്ചിരിക്കുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് 7 ആന്റി ഓക്സിഡന്റ്സ് ആണ് നമ്മുടെ ന്യൂട്രിചാർജ് മെന്നിലുള്ളത്. അപ്പൊ ന്യൂട്രിചാർജ് മെന്നിൽ ഏതൊക്കെയാണ് ആന്റി ഓക്സിഡന്റ്, അതായത് ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ പ്രിവെന്റ് ചെയ്യാൻ, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഫ്രീ റാഡിക്കൽ ഡാമേജിനെ തടയാനായിട്ട്. ഫ്രീ റാഡിക്കൽ ഡാമേജ് ഉണ്ടാകുന്നത് ഒന്ന് നമ്മുടെ
മെറ്റബോളിസം അല്ലെങ്കിൽ ഉപാപചയ പ്രവർത്തനങ്ങളിൽ നിന്നുണ്ടാകുന്ന ടോക്സിൻസ് കൊണ്ട് ഉണ്ടാവും. രണ്ടാമത്തത് ഔട്ട്സൈഡിൽ നിന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയും ശ്വസിക്കുന്ന വായുവിലൂടെയും കുടിക്കുന്ന വെള്ളത്തിലൂടെയും ഒക്കെ വരുന്ന ടോക്സിൻസ്. ഇത് രണ്ടുകൊണ്ടും ഓക്സിഡേറ്റീവ് സ്ട്രെസ് നമ്മുടെ ശരീരത്തിൽ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന ഫ്രീ റാഡിക്കൽ ഡാമേജിനെ പ്രിവെന്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ആന്റി ഓക്സിഡൻസ്. അതിന്റെ ശാസ്ത്രീയമായിട്ട് പറയുമ്പോൾ നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ ആറ്റത്തിന്റെ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോൾ ആ അറ്റം അൺസ്റ്റേബിൾ ആവുന്നെന്നും ആ അറ്റം മറ്റ് കോശങ്ങളെ എല്ലാം നശിപ്പിക്കുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്യുന്നതാണ് ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ്. അതാണ് ഒരുവിധം രോഗങ്ങളുടെ എല്ലാം കാരണം. അതിനെ തടയാനായിട്ട് സഹായിക്കുന്നതാണ് നമ്മുടെ 7 ആന്റി ഓക്സിഡൻസ്. ഏതൊക്കെയാണ്? വൈറ്റമിൻ എ ഉണ്ട്, വൈറ്റമിൻ സി ഉണ്ട്, വൈറ്റമിൻ ഇ, സെലിനിയം, ക്രോമിയം, മാംഗനീസ്, സിങ്ക്. ഈ 7 എണ്ണമാണ് നമ്മുടെ ന്യൂട്രിഷാജുമെന്നിലുള്ള ആന്റി ഓക്സിഡൻസ്. എന്തൊക്കെയാണ് ഇത് നമുക്ക് സഹായിക്കുന്നതെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രീ റാഡിക്കൽ ഡാമേജിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നു. അതുപോലെ ഡയബറ്റിക് കൊണ്ട് ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് അതിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഫ്രീ റാഡിക്കൽ ഡാമേജ് എന്ന് പറയുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അതൊരു പ്രതിവിധിയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഈ 7 ആന്റി ഓക്സിഡൻസിനെ ഓർത്ത് വെക്കുക. ഇതൊക്കെയാണ് വൈറ്റമിൻ എ ഉണ്ട്, സി ഉണ്ട്, ഇ ഉണ്ട്, സെലിനിയം, ക്രോമിയം, മാംഗനീസ്, സിങ്ക്. അതിൽ സെലിനിയം, ക്രോമിയം, മാംഗനീസ്, സിങ്ക് മിനറൽസ് ആണ്. വൈറ്റമിൻസ് ആണ് മറ്റു 3 എണ്ണം. അപ്പൊ അത് ഓർത്ത് വെക്കുക. പിന്നെ 7 ബി കോംപ്ലക്സ് വൈറ്റമിൻസ് നേരത്തെ പറഞ്ഞു. വൈറ്റമിൻ ബിയിൽ വരുന്നത് ബി കോംപ്ലക്സ് വൈറ്റമിൻസ് ആണ്. അതെന്തൊക്കെയാണ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതെന്നുള്ളത്, നമ്മുടെ ഫുഡിൽ നിന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ ഫുഡിൽ നിന്നുമുള്ള എനർജി പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഈ വൈറ്റമിൻ ബി കോംപ്ലക്സ് സഹായിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ നാഡികളുടെ നെർവ്സ് ആൻഡ് മസിൽസിന്റെ ആരോഗ്യത്തിന് നിലനിർത്താനായിട്ട്, അതിന്റെ സ്ട്രെങ്ത് നിലനിർത്താൻ, നെർവ്സ് എന്ന് പറയുമ്പോൾ നാഡികളാണ്, നാഡികളുടെയും മസിലുകളുടെയും ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നു. പ്രതിരോധ ശക്തിനെ കൂട്ടാനായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ സ്ട്രെസ് കുറയ്ക്കാനായിട്ട്, ഡാമേജ് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും സെല്ലുകൾ ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ റിപ്പയർ ചെയ്യാനായിട്ട് ഈ ബി കോംപ്ലക്സ് വൈറ്റമിൻ സഹായിക്കുന്നു. പിന്നെ അനീമിയ നമുക്കറിയാം അയൺ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് അയൺ, ഹീമോഗ്ലോബിൻ ഒക്കെ കുറഞ്ഞു പോകുന്നത്. ഈ അനീമിയയെ തടയാനായിട്ടും ഈ 6 കാര്യങ്ങളാണ് നമ്മുടെ ബി കോംപ്ലക്സ് വൈറ്റമിൻസ് ചെയ്യുന്നത്. എനർജി ഭക്ഷണത്തിൽ നിന്ന് കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ നെർവ്സിന്റെ മസിൽസിന്റെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നു. പ്രതിരോധ ശക്തി കൂട്ടാൻ സഹായിക്കുന്നു. സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കുന്നു. സെല്ലുകളുടെ ഡാമേജിനെ റിപ്പയർ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അനീമിയ തടയാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ബി കോംപ്ലക്സ്. 7 ആന്റി ഓക്സിഡൻസ് നമ്മൾ പറഞ്ഞു, 7 ബി കോംപ്ലക്സ് വൈറ്റമിൻസ് പറഞ്ഞു. അടുത്തത് 5 മാക്രോ മിനറൽസ്. മിനറൽസില് ധാതുക്കളില് 2 ആയിട്ട് തിരിച്ചിട്ടുണ്ട്, മൈക്രോ മിനറൽസ് ആൻഡ് മാക്രോ മിനറൽസ്. മാക്രോ മിനറൽസ് എന്ന് പറഞ്ഞാൽ വലിയ അളവിൽ, അതായത് അളവ് കുറച്ച് കൂടുതൽ കിട്ടേണ്ട സാധനങ്ങൾ. മൈക്രോ മിനറൽസ് എന്ന് പറഞ്ഞാൽ മൈക്രോഗ്രാമിൽ മതി, നമുക്ക് കിട്ടിയാൽ മതി, പക്ഷെ കിട്ടണം അത്. അപ്പൊ അതിലുള്ള 5 മാക്രോ മിനറൽസ് ആണ് കാൽസ്യം, മഗ്നീഷ്യം, പൊട്ടാസ്യം, ഫോസ്ഫറസ് ആൻഡ് അയൺ. ഈ 5 മാക്രോ മിനറൽസ്, അതായത് ഇത് കുറച്ച് കൂടുതൽ അളവ് നമുക്ക് ശരീരത്തിലേക്ക് വേണം. നമ്മുടെ റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ് പറയുമ്പോൾ ഇതിന്റെയൊക്കെ ഡയറ്ററി അലവൻസ് കുറച്ച് കൂടുതലായിരിക്കും. എന്തൊക്കെയാണ് ഇത് നമ്മുടെ ശരീരത്തിൽ ചെയ്യണമെന്ന് വെച്ചാൽ, ഹാർട്ടിനെയും ഹൃദയത്തിനെയും എല്ലിനെയും പല്ലിനെയും മസിൽസിനെയും ബലപ്പെടുത്താനായിട്ട് സഹായിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എല്ലിനും പല്ലിനും ഒക്കെ ഏറ്റവും വേണ്ട സാധനമാണ് കാൽസ്യം. അതുപോലെ മഗ്നീഷ്യം, ഫോസ്ഫറസും എല്ലിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടതാണ്. മസിൽ കൺട്രാക്ഷൻസ്, അതായത് മസിലിന്റെ ചുരുക്കലും നിവരലും ആ കൺട്രാക്ഷൻസ് നടക്കുന്നതുകൊണ്ടാണ് നമുക്ക് കൈകൾ നിവർത്താനും പല കാര്യങ്ങൾ ചെയ്യാനും പറ്റും. അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് മിനറൽസ് ആണ് കാൽസ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ് ഒക്കെ. അപ്പൊ അതുപോലെ അയൺ നമുക്കറിയാം ഹീമോഗ്ലോബിൻ കൂട്ടാനായിട്ട് സഹായിക്കുന്ന ഒരു ഘടകമാണ്. അതുപോലെ ബ്രെയിൻ ഫങ്ഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ടും ഈ 5 ധാതുക്കളും നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പൊ ഈ 5 മാക്രോ മിനറൽസ് ആണ്. കാൽസ്യം ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, അയൺ ഉണ്ട്. ഹൃദയത്തിനെ, എല്ലിനെ, മസിലുകളെ, പല്ലിനെ ബലപ്പെടുത്താൻ സഹായിക്കുന്നു. അതുപോലെ ഹീമോഗ്ലോബിൻ കൂട്ടാനായിട്ടും നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനം ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഇനി 4 മൈക്രോ മിനറൽസ് ഇതിലുണ്ട്. മൈക്രോ മിനറൽസ് എന്ന് പറയുമ്പോൾ ചെറിയ അളവിൽ ഇത് മതി, മൈക്രോഗ്രാമിൽ നമുക്ക് മതി, പക്ഷെ അത് കൃത്യമായിട്ട് വേണം. അതിൽ പെട്ട 4 എണ്ണമാണ് കോപ്പർ, ബോറോൺ, അയഡിൻ, മൊളിബ്ഡിനം. അപ്പൊ ഇത് 4ഉം നമുക്ക് എന്തൊക്കെയാ ഹെൽപ്പ് ചെയ്യുന്നത്? ഒരു പുരുഷന് കഴിക്കുമ്പോൾ എന്തൊക്കെ ഹെൽപ്പാ കിട്ടുന്നത്? ഇന്റലിജൻസ് കൂടാനായിട്ട് സഹായിക്കുന്നു. മെന്റൽ റിഫ്ലക്സസ്
ഇംപ്രൂവ് ചെയ്യും. മെന്റൽ റിഫ്ലെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംവേദനങ്ങൾ, മാനസികമായിട്ടുള്ള റിഫ്ലെക്സുകൾ ഒന്ന് ഇംപ്രൂവ് ചെയ്യാനും, അതുപോലെ എന്താ പറയാ, ഇന്റലിജൻസ്, നമ്മുടെ ബ്രെയിനിന്റെ ആ കപ്പാസിറ്റി, ഗ്രാസ്പിംഗ് കപ്പാസിറ്റി എന്നൊക്കെ പറയും, അതിനെ കൂട്ടാനായിട്ട് സഹായിക്കുന്നു. എനർജി പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഈ 4 മൈക്രോ മിനറൽസും നമ്മുടെ ഇതിലുള്ളത് കൊണ്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ കൊളസ്ട്രോളിനെയും ഷുഗറിനെയും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, കോപ്പറൊക്കെ പ്രത്യേകിച്ച് ഷുഗറിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ്. അപ്പൊ ഈ 4 മൈക്രോ മിനറൽസും ഇന്റലിജൻസ് ഇംപ്രൂവ് ചെയ്യാൻ, മെന്റൽ റിഫ്ലെക്സ് ഇംപ്രൂവ് ചെയ്യാൻ, എനർജി കൊടുക്കാനായിട്ട്, അതുപോലെ കൊളസ്ട്രോളും ഷുഗറും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ്. ഇനി ഇതിനകത്ത് ഇപ്പൊ നമ്മൾ 7 ആന്റി ഓക്സിഡൻസ് പറഞ്ഞു, 7 ബി കോംപ്ലക്സ് വൈറ്റമിൻസ് പറഞ്ഞു, മാക്രോ മിനറൽസ് പറഞ്ഞു, മൈക്രോ മിനറൽസ് പറഞ്ഞു. അടുത്തത് 3 ഇമ്പോർട്ടന്റ് വൈറ്റമിൻസ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂട്രിചാർജ് മെന്നിലുള്ള 3 വൈറ്റമിൻസ് ആണ്. ഒന്ന് ബയോട്ടിൻ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ കെ. ബയോട്ടിൻ എല്ലാവർക്കും അറിയാം, ഇന്നലെ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചതാണ്. മുടിയുടെ ഗ്രോത്ത്, പ്രൊമോഷൻ, ഗ്രോത്ത് കൂട്ടാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. മുടിയുടെ കൊഴിയൽ തടയാൻ സഹായിക്കുന്നതാണ് അയൺ. പക്ഷെ അതിന്റെ വളർച്ച കൂട്ടാൻ സഹായിക്കുന്നതാണ് ബയോട്ടിൻ. അത് മാത്രല്ല, ഈ 3 വൈറ്റമിൻസിന്റെ ബാക്കി ഗുണങ്ങളും കൂടിയുണ്ട്. എല്ലുകളെ ബലപ്പെടുത്താനായിട്ട്, മുഖത്ത് നല്ല ഗ്ലോ ഉണ്ടാവാനായിട്ട്, അതുപോലെ മുടിയുടെ ആരോഗ്യത്തിന്, ക്ഷീണം ഇല്ലാതിരിക്കാനായിട്ട്, നമ്മൾ എപ്പോഴും എനർജറ്റിക് ആയിട്ട് ഇരിക്കാനായിട്ട് സഹായിക്കുന്നു. പിന്നെ ആരോഗ്യമുള്ളൊരു ബ്ലഡ് ഉണ്ടാവാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. പിന്നെ ഇതും എനർജി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ 6 കാര്യങ്ങളാണ് നമ്മുടെ ഈ 3 വൈറ്റമിൻസ് ചെയ്യുന്നത്. എല്ലുകളെ ബലപ്പെടുത്തുന്നു, മുഖത്ത് ഗ്ലോ കൂട്ടുന്നു, മുടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു, ക്ഷീണം ഇല്ലാതിരിക്കാൻ സഹായിക്കുന്നു, അതുപോലെ ഹെൽത്തി ബ്ലഡ് ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്യുന്നു, എനർജി പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പൊ 3 ഇമ്പോർട്ടന്റ് വൈറ്റമിൻസ് പറഞ്ഞു. ഇനി ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു മൂലകം, നമ്മുടെ ന്യൂട്രിചാർജ് മെന്നിന്റെ ഹൈലൈറ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു മൂലകമാണ് സിങ്ക്. സിങ്ക് 15 മില്ലിഗ്രാം ഇതിലുണ്ടെന്ന് നമ്മൾ ഡോക്ടർ രാജൻ സാറിന്റെ ക്ലാസ്സിൽ എപ്പോഴും കേൾക്കാറുള്ളതാണ്. ന്യൂട്രിചാർജ് മെന്നിലുള്ള സിങ്ക് 15 മില്ലിഗ്രാം സിങ്ക് പ്രോസ്റ്റേറ്റ് സംബന്ധമായ പ്രശ്നങ്ങളെ ഇല്ലാതെയാക്കുന്നതിനും, അലേർട്ട്നെസ് കൂട്ടാനായിട്ടും, മുടി കൊഴിച്ചിലിനും, അതുപോലെ ബീജാണുക്കളുടെ എണ്ണം, ചലനശേഷിയും കൂട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത്. അത് 15 മില്ലിഗ്രാം നമ്മുടെ ന്യൂട്രിചാർജ് മെന്നിൽ അടങ്ങിയിട്ടുണ്ട്. അത് മാത്രല്ല, ഈ പ്രോസ്റ്റേറ്റ് സംബന്ധമായ പ്രശ്നങ്ങൾ, പ്രായാധിക്യം കൊണ്ട് പ്രോസ്റ്റേറ്റിന്റെ എൻലാർജ്മെന്റ് വരുമ്പോൾ നമ്മുടെ മൂത്രനാളി ചുരുങ്ങുകയും മൂത്രം പോകാതിരിക്കുകയും അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു അവസ്ഥയിൽ നിന്നൊക്കെ ആളുകളെ രക്ഷിക്കാനായിട്ട് ന്യൂട്രിചാർജ് മെന്നിലെ സിങ്ക്, 40 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാരിൽ കാണുന്ന ഒരു പ്രോബ്ലമാണ് പ്രോസ്റ്റേറ്റിന്റെ പ്രശ്നം. അതുപോലെ ഒരു മധ്യവയസ്കരായ പുരുഷന്മാർക്ക്, കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് കുട്ടികൾ ഉണ്ടാവാൻ കാരണം ഈ ന്യൂട്രിചാർജ് മെന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു ഘടകം സിങ്ക് ആണ്. കാരണം 15 മില്ലിഗ്രാം സിങ്ക് ഉള്ളത് കൊണ്ട് തന്നെ ബീജാണുക്കളുടെ എണ്ണത്തിനെയും ചലനശേഷിയും കൂട്ടാനായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അറ്റൻഷൻ, കൂടുതൽ ശ്രദ്ധ കിട്ടാനും, അല്ലെങ്കിൽ എന്താ പറയാ, പഠിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധ കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് സിങ്ക്. പിന്നെ സിങ്ക് പ്രതിരോധ ശക്തിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂലകമാണ് കേട്ടോ. അതുപോലെ മുടി കൊഴിച്ചിൽ തടയാനായിട്ടും സഹായിക്കുന്ന ഒരു മൂലകമാണ് നമ്മുടെ ന്യൂട്രിചാർജ് മെന്നിലുള്ള സിങ്ക്. അത് എന്റെ സ്ലൈഡ് അടുത്ത് വരുന്നുണ്ട്, കുറച്ച് നീങ്ങിയിട്ടാണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ നമ്മളിപ്പോ വൈറ്റമിൻസ്, മിനറൽസ് പറഞ്ഞു, ബൊട്ടാണിക്കൽസ് പറഞ്ഞു. ഇനി അടുത്തത് 3 അമിനോ ആസിഡ് ആണ്. നേരത്തെ പറഞ്ഞു അമിനോ ആസിഡ്സ് കൊണ്ടാണ് പ്രോട്ടീൻ ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രോട്ടീന്റെ ചെറിയ ഘടകങ്ങളാണ് അമിനോ ആസിഡ്. ഇതില് ന്യൂട്രിചാർജ് മെന്നിൽ വരുന്നത് 3 അമിനോ ആസിഡ് ആണ്. L-ലൈസിൻ, L-ആർജിനിൻ, L-മെത്തിയോണൈൻ. ഈ L-ലൈസിൻ, L-ആർജിനിൻ, L-മെത്തിയോണൈൻ എന്ന് പറയുന്നത് ഓരോന്നും നമ്മുടെ ശരീരത്തിലെ ഒരുപാട് പ്രവർത്തനങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. എന്തൊക്കെയാണ്? പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിന്റെ ബിൽഡിംഗ് ബ്ലോക്ക് ആണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ 3 അമിനോ ആസിഡും നമ്മുടെ ശരീരത്തിന്റെ ബിൽഡിംഗ് ബ്ലോക്ക് ആണ്. നമ്മുടെ ശരീരം വീട് പണിയാൻ ഇഷ്ടിക എന്നതുപോലെ നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് അമിനോ ആസിഡുകൾ കൊണ്ടാണ്, പ്രോട്ടീനുകൾ കൊണ്ടാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിനെ സ്ട്രെങ്തൻ ചെയ്യാൻ, ബലപ്പെടുത്താനായിട്ട് സഹായിക്കുന്നു. പിന്നെ നമുക്കിത് ഭക്ഷണത്തിലൂടെ കിട്ടാത്ത അമിനോ ആസിഡുകളാണ് ഇത് 3. അതുകൊണ്ട് തന്നെ നമുക്കതിനെ പ്രത്യേകം സപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഡാമേജ് ആയിട്ടുള്ള സെല്ലുകളുടെ ആരോഗ്യത്തിന്, കോശങ്ങളുടെ ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനമുള്ളതാണ് പ്രോട്ടീൻ. അപ്പൊ എന്തെങ്കിലും നശിച്ചു പോയതോ ഡാമേജ് വന്നതായിട്ടുള്ള സെല്ലുകളെ റിപ്പയർ ചെയ്യാനായിട്ട് ഈ അമിനോ ആസിഡ് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ മുടി പൊട്ടിപ്പോകുന്നത്,
മുടി എന്താ പറയാ ബലമില്ലാത്ത മുടി, അങ്ങനെയൊക്കെയുള്ള മുടിയുടെ പ്രശ്നങ്ങളെ, മുടിയുടെ ആരോഗ്യം നിലനിർത്താനും, നഖം പൊട്ടിപ്പോകുന്ന ഒടിഞ്ഞു പോകുന്ന എന്ന് പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ, അതിനൊക്കെ പ്രോട്ടീൻ വേണമെന്ന് നമുക്കറിയാം. അതിന്റെ ആരോഗ്യം നിലനിർത്താനും മസിലിന്റെ ആരോഗ്യത്തിനും നമുക്ക് ഈ 3 അമിനോ ആസിഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ബിൽഡിംഗ് ബ്ലോക്ക് ആണ് ശരീരത്തിനെ ബലപ്പെടുത്താൻ സഹായിക്കുന്നുണ്ട്. നമ്മുടെ ദിവസേനയുള്ള ഭക്ഷണത്തിൽ ഇത് കിട്ടാത്തതാണ്. അതുപോലെ ഡാമേജ്ഡ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ എന്താ പറയുക ഡിഫക്റ്റീവ് ആയിട്ടുള്ള സെല്ലുകൾ റിപ്പയർ ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. മുടി, നഖം ഇവയുടെ ആരോഗ്യത്തിനും മസിലുകളുടെ ആരോഗ്യത്തിനും സഹായിക്കുന്നതാണ് ഈ 3 അമിനോ ആസിഡ്. അതിലെ 3 അമിനോ ആസിഡില് L-ലൈസിൻ എന്ന് പറഞ്ഞ L-ആർജിനിൻ എന്ന് പറഞ്ഞ അമിനോ ആസിഡിന് 1-2 എക്സ്ട്രാ ഗുണങ്ങൾ പ്രത്യേകമായിട്ട് എടുത്ത് പറയാനുള്ളതാണ്. എനർജി, സ്റ്റാമിനയും കൂട്ടാനായിട്ട് ഇത് സഹായിക്കുന്നു. നമുക്ക് ന്യൂട്രിചാർജ് മെൻ കഴിക്കുന്ന ആളുകൾക്ക് അറിയാം, നല്ലൊരു എനർജി തോന്നാറുണ്ട്, നല്ല ഉഷാറ്, ക്ഷീണമൊക്കെ കുറയും, സ്റ്റാമിന കൂടും. അതിന്റെ ഒരു കാരണം ഇതിനകത്തുള്ള L-ആർജിനിൻ ആണ്. പിന്നെ മസിൽ മാസ് കൂട്ടാനായിട്ടും ഫിസിക്കലി ആള് ഫിറ്റ് ആയിട്ട് തോന്നാനായിട്ടും ഈ L-ആർജിനിൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബീജാണുക്കളുടെ ചലനശേഷി ബീജാണുക്കളുടെ ചലനശേഷി കൂട്ടാനും സെക്ഷൽ എനർജി കൂട്ടാനും, സെക്ഷലി താല്പര്യമില്ലാത്ത ആളുകൾക്കൊക്കെ അതിനകത്ത് കുറച്ച് താല്പര്യങ്ങൾ അല്ലെങ്കിൽ എനർജി കൂട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു L-ആർജിനിൻ. അപ്പൊ എനർജി, സ്റ്റാമിനയും കൂട്ടാൻ സഹായിക്കുന്നു, മസിൽ മാസ് കൂട്ടാൻ സഹായിക്കുന്നു, ഫിസിക്കലി ഫിറ്റ് ആയിട്ട് തോന്നാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ സെക്ഷൽ എനർജി കൂട്ടാനും ബീജാണുക്കളുടെ ചലനശേഷി കൂട്ടാനും സഹായിക്കുന്നു. പിന്നെ L-ആർജിനിന്റെ അതിനെപ്പറ്റി നടത്തിയിരിക്കുന്ന സ്റ്റഡീസ് ഒക്കെയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. പിന്നെ L-ലൈസിൻ എന്ന് പറഞ്ഞ ഒരു അമിനോ ആസിഡ് ഉണ്ടെന്ന് പറഞ്ഞു. L-ലൈസിനില് പ്രധാനമായിട്ട് L-ലൈസിൻ ഹെൽപ്പ് ചെയ്യുന്ന കാൽസ്യത്തിനെ നമ്മുടെ എല്ലുകളിൽ പിടിച്ചു നിർത്താൻ, കാൽസ്യത്തിന്റെ ഡെപ്പോസിഷൻ ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് L-ലൈസിൻ എന്ന് പറഞ്ഞ അമിനോ ആസിഡ്. അപ്പൊ L-ലൈസിന്റെയും L-ആർജിനിന്റെയും അതുപോലെ L-മെത്തിയോണൈന്റെയും ഒന്നിച്ചുള്ളതും പറഞ്ഞു. പിന്നെ L-ലൈസിന്റെ L-ആർജിന്റെയും പ്രത്യേകമായിട്ടുള്ള ഗുണങ്ങളാണ് നമ്മളിപ്പോ മനസ്സിലാക്കിയത്. പിന്നെ സിങ്ക് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, പുരുഷന്മാരുടെ ഇമ്പോർട്ടൻസി, അതായത് വന്ധ്യത ഇല്ലാതെയാക്കാനും പിന്നെ DNA സിന്തസിസിനും ഹെൽപ്പ് ചെയ്യുന്നതാണ് സിങ്ക്. സിങ്കിനെ പറ്റി ഇതുപോലെ തന്നെ ഒരുപാട് സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. വൈറ്റൽ ന്യൂട്രിയന്റ് എന്നാ പറയുന്നത് സിങ്ക്. ലൈക്കോപ്പിന്റെ ഇതുകളൊക്കെ നമ്മൾ പറഞ്ഞതാണ്, അതിലും ഒരുപാട് സ്റ്റഡീസുകൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ന്യൂട്രിചാർജ് മെന്നില് WHO-യും ICMR-ഉം പറഞ്ഞിട്ടുള്ള ഗൈഡ് ലൈൻസ് അനുസരിച്ചുള്ള ന്യൂട്രിയൻസിനെയാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അതിന് ഒരു എക്സാമ്പിൾ അത് എത്രയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ആളുകൾ പറയാറുണ്ട് നമ്മളോട്, ഇതൊക്കെ സപ്ലിമെന്റ് ആയിട്ട് എടുക്കുന്നതിന് പകരം ഇതിന് ഈ തത്തുല്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ വാങ്ങി കഴിച്ചാൽ പോരെ, അല്ലെങ്കിൽ ഞാൻ പല ഭക്ഷണങ്ങളും കഴിക്കും, നല്ല ഭക്ഷണം കഴിക്കുന്ന ആളാണ്, ഞാൻ ബദാം കഴിക്കുന്നുണ്ട്, ഞാൻ ഫ്രൂട്ട്സ് ഡെയിലി കഴിക്കുന്നുണ്ട്, സാലഡ് ഡെയിലി കഴിക്കുന്നുണ്ടൊക്കെ പലരും പറയാറുണ്ട്. അവരോട് നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്ന 1-2 പോയിന്റ് മാത്രം ഞാൻ ബാക്കി സ്ലൈഡ്സ് സ്കിപ്പ് ചെയ്യും. നമ്മുടെ ബീറ്റാ കരോട്ടിൻ, ന്യൂട്രിചാർജ് മെന്നിലുള്ള ബീറ്റാ കരോട്ടിൻ 1.3 മില്ലിഗ്രാം ആണ് ഒരു ടാബ്ലറ്റില്. അത് നമുക്ക് ഭക്ഷണം കിട്ടണമെങ്കിൽ ദിവസവും നമ്മൾ 140 ഗ്രാം പപ്പായ കഴിക്കണം. അതുപോലെ വൈറ്റമിൻ എ 533 മൈക്രോഗ്രാം ഉണ്ട് ഒരു ടാബ്ലറ്റില്. അത് നമുക്ക് ഭക്ഷണം കഴിച്ച് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസവും ആപ്രിക്കോട്ട് 30 ഗ്രാം കഴിക്കണം. അതുപോലെ വൈറ്റമിൻ സി 40 മില്ലിഗ്രാം വൈറ്റമിൻ സി ഉണ്ട് ന്യൂട്രിചാർജ് മെന്നില്. അത് ദിവസവും കിട്ടണമെങ്കിൽ ദിവസവും ഒരു ഓറഞ്ച് കഴിക്കണം. അപ്പൊ ഇത്രയും ഭക്ഷണങ്ങൾ നമുക്ക് ദിവസവും കഴിക്കാൻ പറ്റണമെന്ന് ചോദിക്കണം. കാരണം എന്നെങ്കിലും എപ്പോഴെങ്കിലും കഴിച്ചാൽ പോരാ, ഡെയിലി കഴിക്കാൻ പറ്റിയാൽ മാത്രമാണ്. അതുപോലെ കാൽസ്യം, ന്യൂട്രിചാർജ് മെന്നില് 75 മില്ലിഗ്രാം കാൽസ്യമാണുള്ളത്. അപ്പം മിൽക്ക് 90 ഗ്രാം മിൽക്ക് ഡെയിലി കഴിച്ചാലാണ് നമുക്ക് 75 മില്ലിഗ്രാം കാൽസ്യം കിട്ടുക. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ കിട്ടുന്ന മിൽക്കിന്റെ അവസ്ഥ എല്ലാവർക്കും അറിയാം. നല്ല പാല് എന്ന് പറഞ്ഞാൽ പുല്ലും വൈക്കോലും തിന്നിട്ടുള്ള, വേറെ കാലിത്തീറ്റയൊന്നും കൊടുക്കാത്ത പശുവിന്റെ പാലാണ് നല്ല പാല് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അത് നമുക്ക് ഇന്ന് കിട്ടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമുക്ക് പാല് കുടിച്ചിട്ടും കാര്യമില്ല. പിന്നെ നമ്മൾ കോമൺ ആയിട്ട് ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 400 രൂപയുടെ സാധനങ്ങൾ ഒരു ദിവസം 400 രൂപയ്ക്ക് ഇത്ര സാധനങ്ങൾ, ഇപ്പൊ നമ്മൾ പറഞ്ഞു പാല് ഇത്ര വേണം, ഓറഞ്ച് ഇത്ര വേണം എന്നൊക്കെ കഴിച്ചാൽ കിട്ടുന്ന അത്രയും ഗുണമാണ് ഒരു ന്യൂട്രിചാർജ് മെന്നിലൂടെ ടാബ്ലറ്റിലൂടെ കിട്ടുന്നത്. അതിന് ഒരു ദിവസം MRP വരുമ്പോൾ 15 രൂപ മാത്രമാണ് വരുന്നത്. നമ്മുടെ നാട്ടിൽ നല്ലൊരു ചായ കുടിക്കണമെങ്കിൽ, അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുന്ന ആളുകൾക്കൊക്കെ ഒരു സിഗരറ്റിനൊക്കെ എത്രയാ വില എന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ നല്ലൊരു ചായ കുടിക്കണമെങ്കിൽ വരുന്ന കാശ് പോലും നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു ന്യൂട്രിചാർജ് മെൻ ടാബ്ലറ്റിലൂടെ ആവുന്നില്ല. മാത്രല്ല ഈ പറഞ്ഞ പല ഭക്ഷണങ്ങൾ പല അളവിൽ എല്ലാ ദിവസവും കഴിക്കുന്നതിന് പകരമായിട്ട് നമുക്ക് ഈ ഒരു
ന്യൂട്രിചാർജ് മെൻ ടാബ്ലറ്റ് കഴിച്ചാൽ മതി. അപ്പൊ അതുകൊണ്ട് ന്യൂട്രിചാർജ് മെന്ന് കോമൺ ആയിട്ട് നമ്മൾ ഇത്രയും ഗുണങ്ങൾ ഓരോന്നിന്റെയും പറഞ്ഞു. ബൊട്ടാണിക്കൽസ് 4 ഉണ്ട്, 3 അമിനോ ആസിഡ് ഉണ്ട്, അതുപോലെ തന്നെ 13 വൈറ്റമിൻസും 13 മിനറൽസും. വൈറ്റമിൻസ് മിനറൽസ് ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് പറഞ്ഞു. ഇനി ചിലർ ചോദിക്കും എന്തൊക്കെയാണ് ഇതിന്റെ, അല്ലെങ്കിൽ ഇത് കഴിച്ചാൽ നമ്മുടെ ആളുകൾക്ക് എന്തൊക്കെ കോമൺ ആയിട്ട് ഗുണങ്ങൾ കിട്ടുന്നു. ഇപ്പൊ നമ്മൾ ഓരോ ഇൻഗ്രീഡിയന്റിന്റെയും ഗുണങ്ങളാ പറഞ്ഞ്, അല്ലെങ്കിൽ ആർക്കൊക്കെ ഇത് കൊടുക്കാം, ഏതൊക്കെ ആളുകൾക്ക് നമുക്ക് ന്യൂട്രിചാർജ് മെൻ കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്തിനാണ് ഇത് കഴിക്കണമെന്നൊക്കെ ചിലർ ചോദിക്കും. അവിടെ നമുക്ക് ഈ പറഞ്ഞ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് നോട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളോട് ഇത് മാത്രം സംസാരിക്കാം, നമുക്ക് അത് മാത്രം സംസാരിച്ചിട്ട് കൊടുക്കാം. അതിന്റെ ഒരു 12 പോയിന്റ്സ് ആണ് ഞാനിപ്പോ പറയുന്നത്. അതായത് ഏതൊക്കെ ആളുകൾക്ക്, എനിക്ക് ചിലർ പറയും എനിക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ല, ഞാൻ വളരെ ഹെൽത്തി ആണെന്നൊക്കെ ചിലർ പറയും. അപ്പൊ അവരോട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതോ, അല്ലെങ്കിൽ അവരിൽ നമുക്ക് എന്താണ് നമുക്ക് അവിടെ ഒരു അവർക്കൊരു വീക്ക്നെസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു പോരായ്മയായിട്ടോ കാണുന്നതെന്ന് വെച്ചാൽ അതിനെ ഹൈലൈറ്റ് ചെയ്തിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പൊ അതിൽ ഒന്നാമത്തെയാണ് സ്റ്റാമിന ആൻഡ് എനർജി. നമ്മുടെ ചില ആളുകൾക്ക് വളരെ എനർജി കുറവായിരിക്കും, എപ്പോഴും ഒരു തണുത്ത മട്ടില് ഉണ്ടായിരിക്കും, പിന്നെ ഒന്നിനും ഒരു എന്താ പറയുക ഒരു സ്റ്റാമിന ഇല്ലാത്ത ചത്ത പോലെ എന്നുള്ള രീതിയിൽ നടക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അവരോട് നമുക്ക് പറയാം നിങ്ങൾക്ക് ഈ ന്യൂട്രിചാർജ് മെൻ കഴിച്ചാൽ ഈ സ്റ്റാമിന എനർജി കൂട്ടാനായിട്ട് സഹായിക്കും. അതിന് ഹെൽപ്പ് ചെയ്യുന്ന വൈറ്റമിൻ ബി കോംപ്ലക്സ്, മെഗ്നീഷ്യം, അയൺ, ബയോട്ടിൻ, വൈറ്റമിൻ സി, ഇത്രയും ഘടകങ്ങൾ ന്യൂട്രിചാർജ് മെന്നിലുണ്ട്. പിന്നെ ഭക്ഷണം, നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവരും ഭക്ഷണത്തിലൂടെ സാധനങ്ങൾ കിട്ടാത്തവരും, ചില ഭക്ഷണങ്ങളിലുള്ള സാധനങ്ങൾ നമ്മുടെ ശരീരം ആഗിരണം ചെയ്യില്ല, കാരണം അതിന്റെ ബയോ അവൈലബിലിറ്റി കുറവാണ്. അപ്പൊ ബയോ അവൈലബിലിറ്റി കൂടുതൽ ഉള്ളതാണ് നമ്മുടെ ന്യൂട്രിചാർജ് മെന്നിലെ പോഷകങ്ങൾ. അതുകൊണ്ടാണ് ന്യൂട്രിചാർജ് മെൻ കഴിക്കുമ്പോൾ നമുക്ക് ഗുണം കിട്ടുന്നതും തത്തുല്യമായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അത് കിട്ടാത്ത ബയോ അവൈലബിൾ ഫോമിലാണ് ഓരോ ഘടകങ്ങളും അടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഭക്ഷണത്തിലൂടെ നമുക്ക് പോഷകങ്ങൾ കിട്ടാത്ത ആളുകൾക്ക്, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഇന്നതൊക്കെയല്ലേ, അതിൽ നിന്ന് നമുക്കൊന്നും കിട്ടുന്നില്ലല്ലോ. അപ്പൊ അതിനെ ഹെൽപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ആന്റി ഓക്സിഡൻസും അമിനോ ആസിഡിനെ റീപ്ലേസ് ചെയ്യാനുള്ള ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു പറയാം. പിന്നെ പലർക്കും പറയുന്ന ഒരു പ്രോബ്ലം ആണ് ഒന്നും ഓർമ്മയില്ല, അല്ലെങ്കിൽ അതെവിടെ വെച്ചെന്ന് ഓർമ്മയില്ല, മറന്നുപോയി എന്നൊക്കെ. അപ്പൊ ഓർമ്മക്കുറവിന് പരിഹാരമായിട്ട് നമുക്ക് ന്യൂട്രിചാർജ് മെൻ സജസ്റ്റ് ചെയ്യാം. ഓർമ്മക്കുറവ് മാറ്റാനായിട്ട് ഇതിനകത്ത് എന്തൊക്കെ ഇരിക്കണേ, ഗ്രീൻ ടീ ഉണ്ട്, അതുപോലെ വൈറ്റമിൻ ബി കോംപ്ലക്സ്, വൈറ്റമിൻ സി, അയഡിൻ, അയൺ, ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഓർമ്മക്കുറവുള്ളവർക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാം. അതുപോലെ മാനസികമായിട്ട് എപ്പോഴും ആക്റ്റീവ് ആയിട്ടിരിക്കാൻ, മനസ്സുകൊണ്ട് എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കാനായിട്ട് നമുക്ക് ന്യൂട്രിചാർജ് മെൻ സജസ്റ്റ് ചെയ്യാം. അതിനെന്താ സഹായിക്കുന്നത്, ബീറ്റാ കരോട്ടിൻ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, പൊട്ടാസ്യം, കാൽസ്യം, മെഗ്നീഷ്യം, അയഡിൻ, ഇതാണ് സഹായിക്കുന്നത്. പിന്നെ പ്രായമാകുന്നതിനെ പതുക്കെയാക്കാൻ, ആന്റി ഏജിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഘടകങ്ങൾ ഇതിലുണ്ട്. അപ്പൊ അത് പറഞ്ഞ് നമുക്ക് ഒരുപാട് ആളുകൾക്ക് കൊടുക്കാം, പ്രത്യേകിച്ച് മധ്യവയസ്കരായ ആളുകൾക്കൊക്കെ നമുക്ക് ഇത് പറഞ്ഞു കൊടുക്കാം. എന്തൊക്കെയാണ് അതിനകത്തുള്ളത്, ലൈക്കോപ്പിൻ, ബീറ്റാ കരോട്ടിൻ, വൈറ്റമിൻ എ, സി, ഇ, സെലിനിയം, സിങ്ക്, ഗ്രീൻ ടീ എക്സ്ട്രാക്ട്, ഇത്രയും ആന്റി ഏജിങ് ആയിട്ടുള്ള ഘടകങ്ങൾ ഇതിലുണ്ട്. പിന്നെ മുടിയുടെ ആരോഗ്യത്തിന് നേരത്തെ പറഞ്ഞതാണ് അമിനോ ആസിഡ്സ്, അതായത് പ്രോട്ടീൻ വേണമെന്ന് നമുക്ക് അറിയാം മുടിയുടെ ആരോഗ്യത്തിന്, അതേപോലെ ബയോട്ടിൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ മുടി കൊഴിച്ചിൽ എന്ന് പറഞ്ഞത് ഇന്ന് സാധാരണ ഒരുവിധം പുരുഷന്മാരുടെയും പ്രശ്നങ്ങളാണ്. അപ്പൊ അവർക്ക് നമുക്ക് ഈ മുടി കൊഴിച്ചിൽ മാറാന്ന് പറഞ്ഞിട്ട് നമുക്ക് ന്യൂട്രിചാർജ് മെൻ സജസ്റ്റ് ചെയ്യാം. പിന്നെ പ്രതിരോധ ശക്തി കൂട്ടാൻ, പലർക്കും ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ വരുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ചുമ വരിക, ജലദോഷം വരിക, എപ്പോഴും വയ്യായിക മാറി മാറി വന്നുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ട് ഇതിനകത്തുള്ള ആന്റി ഓക്സിഡൻസ്, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ സെലിനിയം, കോപ്പർ, സിങ്ക്, ഈ ഘടകങ്ങൾ ന്യൂട്രിചാർജ് മെന്നിലുള്ളത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹൃദയാരോഗ്യത്തിനെ സംരക്ഷിക്കാൻ, ഇപ്പൊ ഹാർട്ടിന്റെ പ്രശ്നങ്ങൾ വരുമ്പോ മാത്രമാണ് പലരും അറിയുന്നത്. അതിനു മുമ്പ് എല്ലാവരും പറയും ഞാൻ ഓക്കെയാണ്, ഞാൻ ഫിറ്റ് ആണ്. പക്ഷെ ഒന്ന് സ്പീഡിൽ നടന്നാൽ, അല്ലെങ്കിൽ ഒരു കോണി കയറിയാൽ, അല്ലെങ്കിൽ ഒന്ന് ഓടിയാൽ, ഒന്ന് കിതയ്ക്കുന്ന ആളുകളുടെ ഒന്നും ഹാർട്ട് ആരോഗ്യത്തിലല്ല. അപ്പൊ അങ്ങനെയുള്ളവരോട്, ആരോഗ്യമുണ്ട് എന്ന് പറയുന്നവരോട് നമുക്ക് പറയാം ഇതൊന്ന് ചെയ്ത് നോക്കൂ, അപ്പോഴും നിങ്ങളുടെ ഹാർട്ടിന്റെ അവസ്ഥ എന്താണെന്ന് നോക്കൂ എന്ന് പറയാം. അപ്പൊ അതിന് സഹായിക്കുന്ന ലൈക്കോപ്പിൻ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, ഫോളിക് ആസിഡ്, സെലിനിയം, കാൽസ്യം, മെഗ്നീഷ്യം, ഇത്രയും ഘടകങ്ങൾ നമ്മുടെ ഹൃദയാരോഗ്യത്തിന്, പൊട്ടാസ്യം ഒക്കെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ അത് ഒന്ന്. പിന്നെ മെയിൻ്റനൻസ് ബ്ലഡ് ഷുഗർ ആൻഡ് കൊളസ്ട്രോൾ, ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ് ബ്ലഡ് ഷുഗറും കൊളസ്ട്രോളും. ഇതിനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താനായിട്ട് സഹായിക്കുന്ന ഘടകങ്ങളാണ് ക്രോമിയം, അതുപോലെ സിങ്ക്, ലൈക്കോപ്പിൻ, വൈറ്റമിൻ ഇ.
അപ്പൊ ഇത് ഉള്ളവർക്ക് നമുക്ക് ഈ ഘടകങ്ങൾ നിങ്ങളുടെ ഷുഗർ ലെവലിനെയും കൊളസ്ട്രോൾ ലെവലിനെയും മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് സജസ്റ്റ് ചെയ്യാം. പിന്നെ വിറ്റമിൻ ബി, അയൺ, കോപ്പർ, ഇത്രയും ഘടകങ്ങള് കുറവ് ഒരു പ്രായാധിക്യം വരുമ്പോ എല്ലാവർക്കും വരുന്നതാണ്, അല്ലാത്തവർക്കുണ്ട്. കാരണം ഇന്ന് മൊബൈൽ എക്സ്പോഷർ, അതുപോലെ LED ടിവികള്, LED ലൈറ്റുകള്, അതുപോലെ സൺലൈറ്റ്, ഇതിൽ നിന്നുള്ളൊക്കെ ബ്ലൂ ലൈറ്റുകൾ നമ്മുടെ കണ്ണിൽ ഉണ്ടാക്കുന്ന ഇറിവേഴ്സിബിൾ ചേഞ്ചസ്, റെറ്റിനയിൽ ഉണ്ടാക്കുന്ന തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത ചേഞ്ചസുകളെ ഇല്ലാതെയാക്കാൻ അല്ലെങ്കിൽ തടയാനായിട്ട് സഹായിക്കുന്ന ഘടകങ്ങളാണ് ലൂട്ടിൻ, ബീറ്റാ കരോട്ടിൻ, വൈറ്റമിൻ എ, വൈറ്റമിൻ ബി കോംപ്ലക്സ്, സിങ്ക്, സെലിനിയം. അതും ഇതിനകത്തുണ്ട്. അപ്പോ കണ്ണിന്റെ ആരോഗ്യത്തിന് വേണ്ടി നമുക്കിത് കൊടുക്കാം. അതുപോലെ എല്ലുകളുടെയും ജോയിന്റുകളുടെയും ആരോഗ്യത്തിന് വേണ്ടിയിട്ട്, ഇപ്പോ എല്ലുകളുടെ ജോയിന്റുകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഇതിനകത്ത് വൈറ്റമിൻ ഡി, വൈറ്റമിൻ സി, കാൽസ്യം, മെഗ്നീഷ്യം, ഫോസ്ഫറസ്, മാംഗനീസ്, കോപ്പർ. ഇതെല്ലാം ജോയിന്റ്സിന്റെയും ബോണിന്റെയും ഹെൽത്തിന് സഹായിക്കുന്നതാണ്. പിന്നെ ഓവറോൾ ടോട്ടലി ഒരാളുടെ ആരോഗ്യത്തിന്, രോഗപ്രതിരോധ ശേഷി കിട്ടാനും രോഗം വന്നാൽ തന്നെ അതിനെ പെട്ടെന്ന് ക്യൂർ ആക്കാനും ഒക്കെ നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്, അതായത് ആന്റി ഓക്സിഡൻസ്, അതുപോലെ അമിനോ ആസിഡുകൾ, അതൊക്കെ ഉണ്ടെങ്കിലേ സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഓവറോൾ ഹെൽത്തിന് വേണ്ടിയിട്ട് നമുക്കിത് സജസ്റ്റ് ചെയ്യാം. പിന്നെ ന്യൂട്രിചാർജ് മെൻ കഴിക്കേണ്ടത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഒരു ടാബ്ലറ്റ് ആണ് കഴിക്കേണ്ടത്. അതിന്റെ കൂടെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഉടനെ കഴിക്കാതിരിക്കാൻ നല്ലത്, കാരണം ഭക്ഷണം കഴിഞ്ഞ് ഉടനെ വെള്ളം കുടിക്കുന്നത് നല്ലതല്ല. ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കുക. അത് നമുക്ക് വരുന്നത് ന്യൂട്രിചാർജ് മെൻ വരുന്നത് ഇതാണ് ന്യൂട്രിചാർജ് മെൻ. നമ്മുടെ ഇങ്ങനത്തെ പാക്കാണ്, അലു പാക്കിലാണ് വരുന്നത്. മോയ്സ്ചർ പ്രൂഫ് പാക്കിംഗ് ആണ് വരുന്നത്. പല കമ്പനികളുടെയും മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റ് ഒക്കെ കുപ്പിയിലൊക്കെ വരാറുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് മോയ്സ്ചർ തുറന്നടയ്ക്കുമ്പോൾ അതിൽ മോയ്സ്ചർ കയറാനും അതിന്റെ പൊട്ടൻസി കുറയാനൊക്കെ കാരണമാണ്. പക്ഷെ നമ്മുടെ ഇത് പാക്കിംഗ് വളരെ സേഫ് ആയിട്ടുള്ള പാക്കിംഗ് ആണ് വരുന്നത്. ചോക്ലേറ്റ് ഫ്ലേവറിലാണ് വരുന്നത്. 100% വെജിറ്റേറിയൻ ആണ്. പിന്നെ ഏതൊക്കെ പ്രായക്കാർക്ക് ഇത് കൊടുക്കാമെന്ന്, 14 വയസ്സിന് മുകളിൽ എന്ന് പറഞ്ഞാലും ഒരു 12 വയസ്സിന് മുകളിലുള്ളവർക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ സജസ്റ്റ് ചെയ്യാം. അപ്പൊ 14 തൊട്ട് 25 വയസ്സ് വരെയുള്ള ആളുകളിൽ കൂടുതൽ ആൺകുട്ടികള് കൂടുതലായിട്ടും സ്പോർട്സിൽ അല്ലെങ്കിൽ സ്റ്റഡീസിലൊക്കെ അവർ ഇൻവോൾവ് ചെയ്തിരിക്കുന്നതായിരിക്കും. അപ്പൊ അതിൽ ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് അവർക്ക് ഹെൽപ്പ് ചെയ്യും. 25-നും 40-നും വയസ്സിനിടയിലുള്ളവര് വർക്കിംഗ് ആയിട്ടുള്ളവരായിരിക്കും. അവർ എപ്പോഴും ആക്റ്റീവ് ആയിട്ടിരിക്കാനായിട്ട് അവർക്ക് ഹെൽപ്പ് ചെയ്യും. അതുപോലെ 40-നും 60-നും ഇടയിലുള്ളവർക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസിലേക്ക് പോകുന്ന ഒരു സമയമാണത്. ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്ന ഒരു സമയം. അപ്പൊ അവർക്ക് ഇതിനെല്ലാം തടയാനായിട്ടുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ് ഇതിലൂടെ കിട്ടുക. പിന്നെ 60 വയസ്സിന് മുകളിലുള്ളവർക്കാണെങ്കിൽ എന്നും ആരോഗ്യത്തോടു കൂടി ഇരിക്കാൻ, ഇതിനു മുമ്പ് എങ്ങനെയാണ് ഇരുന്നത് അതേപോലെ ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ന്യൂട്രിചാർജ് മെൻ. അപ്പൊ ഈ ന്യൂട്രിചാർജ് മെൻ നമ്മുടെ വീട്ടില് നമ്മള് സ്ത്രീകളോട് പറയുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. അതിന്റെ സെല്ലിംഗ് ടിപ്പായിട്ട് എനിക്ക് പറയാനുള്ളത് 2-3 കാര്യമാണ്. പുരുഷന്മാരുടെ ആരോഗ്യത്തെ ഏറ്റവും കൂടുതൽ അമ്മമാര് ആൺമക്കളുടെ ആരോഗ്യത്തിന് വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്, ഭർത്താക്കന്മാരുടെ ആരോഗ്യത്തിന് ശ്രദ്ധിക്കാറുണ്ട്. അതുപോലെ അച്ഛന്മാരുടെ, സഹോദരന്മാരുടെ ആരോഗ്യത്തെ പറ്റിയൊക്കെ സഹോദരിമാര് സ്ത്രീകളുടെ മുൻപിൽ വെച്ചോ അല്ലെങ്കിൽ സ്ത്രീകളോടാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നെങ്കിൽ അവര് കൂടുതൽ ഇതിനെ ഇൻട്രസ്റ്റ് എടുക്കും. അപ്പൊ നമ്മള് കൗൺസിലിംഗ് പോകുന്ന സമയത്ത് ഇത് ആളുകൾക്ക് അഡ്വൈസ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഇവര് 2 കൂട്ടരും ഉണ്ടോ എന്ന് നോക്കുക. അല്ലെങ്കിൽ സ്ത്രീയുടെ അടുത്തെങ്കിലും പറയാ. പുരുഷന്മാരോട് മാത്രമായിട്ട് പറഞ്ഞാൽ പലപ്പോഴും അവരത് നെഗ്ലക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതൊന്ന് ചെയ്യാം. പിന്നെ അവരോട് പറയാ, നിങ്ങളുടെ ജോലിയിലുള്ള സ്ട്രെസ് കുറയ്ക്കാനായിട്ട്. പലരും ജോലിയിലുള്ള സ്ട്രെസ്സുകളൊക്കെ വീട്ടിൽ വന്നിട്ടാണ് കാണിക്കുക. വീട്ടിൽ വരുമ്പോൾ ദേഷ്യപ്പെടുക, പൊട്ടിത്തെറിക്കുക, അവരുടെ ജോലിയിലുള്ള സ്ട്രെസ്സാണ് അവർ കാണിക്കുന്നത്. അപ്പൊ അതിനെ ഇല്ലാതെയാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണം. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞു ടോക്സിൻസ്, നമ്മൾ ഓരോരുത്തരും പുറത്തേക്ക് പോയാലും ഇല്ലെങ്കിലും നിരവധി ടോക്സിൻസ് ആണ് നമ്മുടെ ശരീരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അത് പുറത്തുനിന്ന് വരുന്നത് കൊണ്ട് അകത്ത് തന്നെ നമ്മുടെ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടുണ്ടാവുന്നുണ്ട്. ഇത് വേണമെന്ന് പറഞ്ഞു കൊടുക്കാം. പിന്നെ എന്താ പറയാ, ഇതിന്റെ വില, നമ്മുടെ ന്യൂട്രിചാർജ് മെന്നിന്റെ വില വരുന്നത് 450 രൂപയാണ് MRP വരുന്നത്. 360 രൂപയ്ക്ക് നമുക്ക് കിട്ടും.
PV 270 കിട്ടുന്നത്. അപ്പോ ഒരു ന്യൂട്രിചാർജ് മെൻ വിറ്റ് കഴിഞ്ഞാൽ തന്നെ മാർജിൻ കിട്ടുന്നുണ്ട്. പിന്നെ PV ബെനിഫിറ്റ് വേറെ കിട്ടുന്നുണ്ട്. അപ്പൊ ഒരു 10 ന്യൂട്രിചാർജ് മെൻ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് 900 രൂപ കയ്യിൽ കിട്ടും. മാത്രല്ല നമുക്ക് 10 പേരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പോ എല്ലാവരും നമ്മുടെ ചുറ്റിനുള്ള ആളുകളോട് ഇത് പറയാ. ഒരു ടാബ്ലറ്റിന് വരുന്ന റേറ്റ് 15 രൂപ മാത്രമാണ്. വളരെ സിമ്പിൾ ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇത്രയും ഭക്ഷണങ്ങളിൽ നിന്നുകൂടെ കിട്ടുന്ന സാധനങ്ങളാണ് ഈ 15 രൂപയ്ക്ക് നമ്മൾ എത്തിച്ചു തരുന്നതെന്ന് പറയാം. അപ്പോ അതിന്റെ ഒരു കമ്പാരിസൺ ജസ്റ്റ് നിങ്ങളൊന്ന് അറിയാൻ വേണ്ടിയിട്ട് കാണിക്കുന്നു. നമ്മുടെ ന്യൂട്രിചാർജ് മെനിൽ 33 പോഷകങ്ങളുള്ള ന്യൂട്രിചാർജ് മെനിന് 15 രൂപ. ഇത് നോക്കണ്ട, 15 രൂപയാണ് ഒരു ദിവസം വരുന്ന റേറ്റ്. അതുപോലെ 24 പോഷകമുള്ള വേറൊരു കമ്പനിയുടെ പ്രൊഡക്റ്റ്, ന്യൂട്രലൈറ്റിന്റെ പ്രൊഡക്റ്റിന് 21 രൂപ 82 പൈസയാണ് ഒരു ദിവസത്തെ റേറ്റ് വരുന്നത്. അതുപോലെ ഹെർബാലൈഫ് എന്ന് പറഞ്ഞ വേറൊരു കമ്പനിയുടെ മൾട്ടിവൈറ്റമിൻ 17 ഇതേ ഉള്ളൂ, ന്യൂട്രിയൻസി അതിനകത്തുള്ളൂ. എന്നിട്ട് പോലും 56 രൂപയാണ് ഒരു ദിവസത്തെ പ്രൈസ് വരുന്നത്. പിന്നെ വെൽ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ 23 പോഷകങ്ങളുള്ളതിന് 13 രൂപ 66 പൈസ. അപ്പൊ നമ്മൾ നോക്കാം, 33 പോഷകങ്ങളുള്ള നമ്മുടെ ടാബ്ലറ്റിന് 15 രൂപയാണ് ഒരു ദിവസം വരുന്നത്. അത് ആ റീസണബിൾ ആണെന്നും അത് വളരെ റീസണബിൾ പ്രൈസിനാണ് നമുക്ക് കിട്ടണമെന്നുള്ളതും നമ്മൾ പറഞ്ഞു കൊടുക്കാം. അപ്പൊ എല്ലാവരുടെയും പുരുഷന്മാരുടെ ആരോഗ്യത്തിന് ഫാമിലി ലൈഫ് ഹാപ്പി ആയിട്ട് പോകാനായിട്ടും ന്യൂട്രിചാർജ് മെൻ സജസ്റ്റ് ചെയ്യാം. നമ്മുടെ ന്യൂട്രിചാർജ് മെന്നില് നമ്മുടെ വുമണെ അപേക്ഷിച്ച് 1-2 കാര്യങ്ങൾ ഡിഫറെന്റ് ആയിട്ടുള്ളത്. ഒന്ന് സിങ്ക് 15 മില്ലിഗ്രാം ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അയൺ 10 മില്ലിഗ്രാം ആണ് നമ്മുടെ ന്യൂട്രിചാർജ് മെന്നിലുള്ളത്. അതുപോലെ കാൽസ്യം 75 മില്ലിഗ്രാം ആണ് ഉള്ളത്. അപ്പൊ നമ്മൾ പലർക്കും മെനോപോസ് കഴിഞ്ഞവർക്ക് ന്യൂട്രിചാർജ് വുമണിന് പകരം ന്യൂട്രിചാർജ് മെൻ കൊടുക്കാറുണ്ട്. അപ്പൊ ഹീമോഗ്ലോബിന്റെ അളവ് അവർക്ക് കുറവ് മതി, അതുകൊണ്ടാണ്. പക്ഷെ എല്ലിന്റെ പ്രശ്നങ്ങളൊക്കെ ധാരാളം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ത്രീകളാണ് അവരെങ്കിൽ അവർക്ക് ന്യൂട്രിചാർജ് വുമൺ കൊടുക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം കാൽസ്യം അതിൽ 200 മില്ലിഗ്രാം ഉണ്ട്. അപ്പോ അത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നമ്മുടെ RDA പ്രകാരമുള്ള നമ്മുടെ WHO കൺസെപ്റ്റ് അനുസരിച്ചുള്ള RDA അനുസരിച്ചുള്ള അളവിലാണ് നമ്മുടെ വൈറ്റമിൻസും മിനറൽസും കൊടുത്തിരിക്കുന്നതെങ്കിലും കുറെ വൈറ്റമിൻസ് മിനറൽസ് 100% RDA നമുക്ക് ഇതിലൂടെ കിട്ടുന്നുണ്ട്. പക്ഷെ പലതും അത് 100% അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇത് കഴിച്ചാലും നല്ല ഭക്ഷണങ്ങളും കൂടി കഴിക്കണം. അതിന്റെ ഒപ്പം ഇത് മാത്രം കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഇരിക്കരുത്. ഇത് കഴിക്കണം, തീർച്ചയായിട്ടും കഴിക്കണം. അതിന്റെ ഒപ്പം പോഷകങ്ങളുള്ള ഭക്ഷണങ്ങളും കൂടെ ഭക്ഷണത്തിന്റെ ഭാഗമാക്കുക. അതിൽ നിന്ന് നമുക്ക് പരമാവധി പോഷകങ്ങൾ കിട്ടുകയും നമ്മുടെ ആരോഗ്യമുള്ളൊരു ജനത, മരുന്നില്ലാത്തൊരു ജനത, ആശുപത്രിയിൽ പോകാത്തൊരു ജനതനെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കണം. പിന്നെ ഹെൽത്തി ലൈഫിന്റെ ഇക്വേഷൻ ആണ് 70% ന്യൂട്രീഷൻ, 30% എക്സസൈസ്. അതും കൂടി നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആർക്കും മരുന്നിലേക്ക് പോകേണ്ടി വരില്ല. അപ്പോൾ കേരളത്തെ നമുക്കൊരു മരുന്നില്ലാത്ത രാജ്യം, ഒരു സംസ്ഥാനമാക്കി മാറ്റാനായിട്ട്, ലോകത്തിന്റെ മുമ്പിൽ മാറ്റാൻ നമുക്ക് എല്ലാവർക്കും കൈകോർക്കാം. എല്ലാവർക്കും എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന എന്റെ എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനും, പ്രത്യേകിച്ച് ഡോക്ടർ രാജൻ സാറിനും കനകമ്മ സിസ്റ്റർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. ജയ് RCM, ഗുഡ് RCM. ഹമാര ചാർജ് ന്യൂട്രി ചാർജ്.